Hello students. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എറർ ഇൻ അപ്രോക്സിമേഷൻ ബൈ ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ലീനിയർ ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ പോളിനോമിയലും അതുപോലെ തന്നെ nth ഡിഗ്രി ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ പോളിനോമിയലും അതിന്റെ പ്രോബ്ലംസും കണ്ടു കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു ഫംഗ്ഷനെ ഏകദേശം ആ ഫിഗറിലൊക്കെ കണ്ടിരുന്നു അല്ലേ, ആ പോളിനോമിയലായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ഏകദേശം ആ വാല്യൂസ് ഈക്വലായി വരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ആ അപ്രോക്സിമേഷനിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ എറേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എറേഴ്സിനെ പറ്റിയൊരു തിയറാണ് ആദ്യം. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: സപ്പോസ് x0, x1, x2, etc. xn ആർ ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ഇൻ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് f ബിലോങ്സ് ടു cn+1 ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എഫിന്റെ cn+1 ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി മീൻസ് എഫിന്റെ n+1th ഡെറിവേറ്റീവ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് കേട്ടോ അതിന്റെ മീനിങ്. cn+1 ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി മീൻസ് n+1th ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിന്റെ സെറ്റാണ്. എ ബി ഡൊമൈൻ ആയിട്ട് വരുന്ന, ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഡൊമൈൻ ആയിട്ട് വരുന്ന n+1th ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിന്റെ സെറ്റാണ് cn+1 ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ട്ടോ. അപ്പൊ ഇതിന്റെ മീനിങ് എഫ് ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എഫിന്റെ n+1th ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആകത്തക്ക വിധത്തിൽ എന്നാണ് അതിന്റെ മീനിങ്. Then for each x in closed interval AB, a number theta of x between minimum of x0, x1, x2, etc. xn and the maximum of x0, x1, x2, etc. xn and hence in open interval AB exists with f of x equal to p of x plus fn+1 of theta of x divided by n+1 factorial into x minus x0 into x minus x1 etc etc x minus xn. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ഇതാണ്: ഇങ്ങനെ fn+1 ഡെറിവേറ്റീവ് ക്ലോസ് ഇന്റർവൽ എ ബിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്കൊരു നമ്പർ സീറ്റ ഓഫ് എക്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. സീറ്റ ഓഫ് എക്സിന്റെ പ്രത്യേകത അത് ഈ x0, x1, x2, etc. xn എന്നുള്ളത് ഫംഗ്ഷൻ വാല്യൂസ് ആണ് അല്ലേ. ആ n+1 പോയിന്റ്സിലെ ഫംഗ്ഷൻ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇതിലെ ഏറ്റവും മിനിമത്തിന്റെയും ഏറ്റവും മാക്സിമത്തിന്റെ ഇടയിൽ ഉള്ള ഒരു നമ്പർ സീറ്റ ഓഫ് എക്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. such that f of x equal to p of x plus fn+1 of theta of x divided by n+1 factorial into x minus x0, x minus x1 etc. x minus xn എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ പി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് ഈ പി ഓഫ് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് എന്നാവും. എന്ന് വെച്ചാൽ അതെന്താ എഫ് ഓഫ് എക്സും പി ഓഫ് എക്സും തമ്മിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ് ആണ് എന്തായിട്ട് വരിക, എററായിട്ട് വരിക അല്ലേ. ആക്ച്വൽ എഫ് ഓഫ് എക്സും നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന പി ഓഫ് എക്സ് ആണ് നമ്മുടെ ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ പോളിനോമിയൽ. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതാ ഈ പറയുന്ന ടേം, ഈ രണ്ടാമതോടെ എഴുതിയിരിക്കുന്ന ടേം ആയിട്ട് വരിക ഈ പി ഓഫ് എക്സിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ. അപ്പം അതിന് ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, പി ഓഫ് എക്സിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ്. അതാണ് ആ എറർ. ആ എറർ ടേം ആണ് ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് ഈ ടേം. ഈ സീറ്റ ഓഫ് എക്സിന്റെ പ്രത്യേകത അത് ഈ n+1 വാല്യൂസ് തന്നിരിക്കുന്നതിൽ മിനിമത്തിന്റെയും മാക്സിമത്തിന്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. അത് വെച്ചിട്ടുള്ള അതിൽ ഇവാലുവേറ്റ് ചെയ്ത n+1th ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. fn+1 of theta of x means fന്റെ n+1th ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിന് theta of xന്റെ വാല്യൂസ് കൊടുത്തിട്ടുള്ള ആ ഡെറിവേറ്റീവിന്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എറർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ഈ എററിന്റെ ടേം നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ആണ്. പ്രോബ്ലത്തിലേക്ക് പോകാനായിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം. യൂസിങ് ദ സെക്കൻഡ് ലഗ്രാഞ്ച് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 2, 4 using the nodes x0 equal to 2, x equal to 2.75, x2 equal to 4, determine the error term and the maximum error when the polynomial is used to approximate f of x for x belongs to 2, 4.
അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ അത് ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളപ്പോൾ പ്രോബ്ലം പഠിക്കുന്ന സമയത്ത് നോട്ടിൽ ഈ പ്രോബ്ലത്തിൻ്റെ ലഗ്രാഞ്ച് ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ ചെയ്തത് എടുത്തു വെച്ചൊന്ന് നോക്കുക. ഓക്കെ, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ ദ എറർ ടേം ആൻഡ് ദ മാക്സിമം എറർ വെൻ ദ പോളിനോമിയൽ ഈസ് യൂസ്ഡ് ടു അപ്രോക്സിമേറ്റ് എഫ് ഓഫ് എക്സ് ഫോർ ദിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എറർ ടേമും കണ്ടുപിടിക്കണം, അതുപോലെ മാക്സിമം എററും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ലഗ്രാഞ്ച് ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയലാണ് നമുക്ക് വേണ്ടത് അല്ലേ. സെക്കൻഡ് ലഗ്രാഞ്ച് ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ ആയതുകൊണ്ട് n+1 പോയിന്റ്സ് തന്നിരിക്കുന്നതിൽ ഫംഗ്ഷനിൽ 3 വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്, x0, x1, x2 അല്ലേ. അപ്പോൾ n+1 വാല്യൂസ്, n+1 പോയിന്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കാറ്. ഇപ്പോൾ ഇവിടെ നോട്ട് 1, 2 n ആയിട്ടുള്ളൂ. n+1 എന്ന് പറയുമ്പോൾ തേർഡ് ഡെറിവേറ്റീവ് വരെ നമ്മൾ അതിൽ കണ്ടുപിടിക്കേണ്ടി വരും. എറർ ടൈമിൽ n+1 ഡെറിവേറ്റീവ് അല്ലേ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ്ങിലി 3 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. സെക്കൻഡ് ലഗ്രാഞ്ച് ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ ആകുമ്പോൾ ആദ്യത്തെ 3 ഡെറിവേറ്റീവ് എഫിൻ്റെ കണ്ടുപിടിക്കാം. ഓക്കെ, n അല്ല n+1 ഡെറിവേറ്റീവാണ് നമുക്ക്, n+1 ഡെറിവേറ്റീവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് 2 തന്നപ്പോൾ 3 ആയിട്ട് എടുത്തത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x അല്ലെങ്കിൽ x റേസ് ടു -1 എഴുതാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -x റേസ് ടു -2, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 × x റേസ് ടു -3 ഡെറിവേറ്റീവ് എടുക്കുകയാണ്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -6x റേസ് ടു -4. ഇനി സെക്കൻഡ് ലഗ്രാഞ്ച് ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഹാസ് ദ എറർ ഫോം. എറർ ഫോം ഇതാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ തിയറത്തിൽ നിന്നാണ് ഈ ഫോം കിട്ടുന്നത്. അപ്പോൾ fn+1 എന്നുള്ളത് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സ് ബൈ ഇവിടെ n+1 ഫാക്ടോറിയലാണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ പിന്നെ x - x0, x - x1 ഇൻറ്റു x - x2 വരെ വരും. ശരിയല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കറിയാം എഫ് ട്രിപ്പിൾ ഡാഷ് ഇവിടെ -6x റേസ് ടു -4 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുക -6 സീറ്റ ഓഫ് എക്സ്, എക്സിൻ്റെ പ്ലേസിലൊക്കെ സീറ്റ ഓഫ് എക്സ് അല്ലേ കൊടുക്കണ്ടേ. അപ്പം -6 സീറ്റ ഓഫ് എക്സ് റേസ് ടു -4 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. അപ്പോൾ 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ ബാക്കി ഉണ്ടാവുക അപ്പോൾ സീറ്റ ഓഫ് എക്സ് റേസ് ടു -4 x - 2 ഇൻറ്റു x - 2.75 ഇൻറ്റു x - 4. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഞാനത് നോട്ട് തന്നപ്പോൾ അതിൽ ഇടാൻ വിട്ടു പോയിട്ടുണ്ട്. നിങ്ങളിവിടെ ഒരു മൈനസും കൂടെ ചേർക്കണേ. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നല്ലോ. ഈ 6ഉം ഈ 3 ഫാക്ടോറിയലും കൂടിയേ ക്യാൻസൽ ചെയ്ത് പോയിട്ടുള്ളൂ. ബാക്കി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ചേർക്കാനായിട്ട് മറക്കരുത്. അതിവിടെ ചേർക്കുക. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിടണേ. പിന്നെ ദ മാക്സിമം വാല്യൂ ഓഫ്, അപ്പോൾ ഇതാണ് നമ്മുടെ എറർ ടേം വരുന്നത് അല്ലെങ്കിൽ എറർ ഫോം വരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു മൈനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ സീറ്റ ഓഫ് എക്സ് റേസ് ടു -4ൻ്റെ മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മുടെ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2, 4 ആണ്. അപ്പോൾ അവിടെ ഈ സീറ്റ ഓഫ് എക്സ് റേസ് ടു -4 സീറ്റ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, അത് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മിനിമം ഓഫ് x0, x1, x2, n+1 പോയിന്റ്സിൽ ഈ തന്നിരിക്കുന്നതിലെ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയിൽ വരുന്നൊരു വാല്യൂ ആയിരിക്കും സീറ്റ ഓഫ് എക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോ അതിനിടയിലോ വരുന്ന വാല്യൂസ്. അപ്പോൾ സീറ്റ ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് വരാവുന്നത് 2 മുതൽ 4 വരെയാണ്. 2 മുതൽ 4 വരെയാണ് സീറ്റ ഓഫ് എക്സിന് വാല്യൂ വരാവുന്നത്. അപ്പോൾ അതിൽ സീറ്റ ഓഫ് എക്സ് -4 വരിക, സീറ്റ ഓഫ് എക്സ് റേസ് ടു -4 ആണ് നമുക്ക് അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇത് ഡിനോമിനേറ്ററിൽ വരുന്നൊരു ടേമാണ്. 1/സീറ്റ ഓഫ് എക്സ് റേസ് ടു 4 എന്ന് വരുന്നൊരു ടേമാണ്. അപ്പോൾ ഇതിൻ്റെ മാത്രമാണ് തൽക്കാലം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് സെപ്പറേറ്റ് വേറെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ സീറ്റ ഓഫ് എക്സ് റേസ് ടു -4 മാക്സിമം വാല്യൂ വരിക ഈ സീറ്റ ഓഫ് എക്സ് ഏറ്റവും മിനിമം വാല്യൂ എടുക്കുമ്പോഴാണ്. ഡിനോമിനേറ്ററിലേക്ക് പോകുന്ന ഫംഗ്ഷൻസ് അങ്ങനെയല്ലേ, ഡിനോമിനേറ്റർ ചെറുതാവുമ്പോഴാണ് ആ വാല്യൂവിന് ഏറ്റവും മാക്സിമം വാല്യൂ വരിക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. അപ്പോൾ 2 റേസ് ടു -4 ആയിരിക്കും ഈ ടേമിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ. ശരിയല്ലേ. 1/സീറ്റ ഓഫ് എക്സ് റേസ് ടു 4 ആണത്. അപ്പോൾ അത് 1/2 റേസ് ടു 4 വരുമ്പോഴാണ് അത് മാക്സിമം വാല്യൂയിലേക്ക് പോവുക. ഇവിടുത്തെ സീറ്റ ഓഫ് എക്സിൻ്റെ വാല്യൂ വലുതാവും തോറും ഈ ടേം ചെറുതാവേ ഉള്ളൂ. ഡിനോമിനേറ്ററിലുള്ള ടേംസിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിനെടുക്കാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1/16, 2 റേസ് ടു -4 അല്ലെങ്കിൽ 1/16 ആണ്.
ഇനി അതിൻ്റെ കൂടെ തന്നെ വേറൊരു ടേം ഉണ്ട്. ആ ടേമിനെ നമുക്ക് ജി ഓഫ് എക്സ് എന്ന് വിളിക്കാം. സേ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2.75 ഇൻറ്റു എക്സ് മൈനസ് 4 അല്ലേ. ഇനി അതിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ എന്താണെന്നുള്ളത് നമ്മളൊന്ന് കണ്ടെത്തണം. ഇതൊരു ഫംഗ്ഷൻ ആണല്ലോ. ഇതൊരു ഫംഗ്ഷനായിട്ട് വ്യൂ ചെയ്താൽ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് താനും. ഇതിൻ്റെ എടുക്കാവുന്ന മാക്സിമം വാല്യൂ എത്രയാണെന്നുള്ളതും കൂടി രണ്ടിൻ്റെ സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കി ഇതിനെ ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിച്ച പോളിനോമിയൽ തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, നോക്കി നോക്കൂട്ടെ നിങ്ങൾ. നമ്മൾ ചെയ്തെടുത്ത് കാണാം ഇതിനെ, പഴയ പ്രോബ്ലം ചെയ്തെടുത്ത്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ദെൻ ജി ഡാഷ് ഓഫ് എക്സ്, ഞാൻ പറഞ്ഞോളൂ ഈ പോയിന്റ് ഒക്കെ ഉള്ളതിന് നിങ്ങൾ ഈ ഒരു ഫോമിൽ P/Q ഫോമിൽ എഴുതാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഭയങ്കര കുറേ പോയിന്റ്സ് വരുമ്പോഴും. ഇനി ജി ഡാഷ് ഓഫ് എക്സ്, ഈ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ എങ്ങനെയാണ് നമ്മൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക? ഇതിന് മാക്സിമം വാല്യൂ എവിടെയൊക്കെയാണ് ഒക്കുർ ചെയ്യുന്നത്? 2-4 ക്ലോസ്ഡ് ഇന്റർവൽ 2-4 എക്സിസ്റ്റ് ചെയ്യുന്ന പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ നമുക്ക് തന്നത് പ്രകാരം. അപ്പോൾ അതിൻ്റെ മാക്സിമം എവിടെയാ മിനിമം എവിടെയാന്നൊക്കെ നമുക്ക് അറിയാം ചെക്ക് ചെയ്യാനായിട്ട്. ഗ്രാഫിംഗ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ്സിൽ അല്ലെങ്കിൽ എൻഡ് പോയിന്റ്സിലൊക്കെയാണ് അതിന് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ ഒക്കുർ ചെയ്യുക, ശരിയല്ലേ? അപ്പോൾ അതിനെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, ജി ഡാഷ് ഓഫ് എക്സ് എടുത്തു. അപ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത രൂപമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഈ രൂപത്തിലേക്ക് കൊണ്ടുവരണം സിംപ്ലിഫൈ ചെയ്ത്. 1/2 ഇൻറ്റു 3x - 7 ഇൻറ്റു 2x - 7 ഫാക്ടറൈസ് ചെയ്തും ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് x = 7/3 ഇതിൽ നിന്ന് നമുക്ക് x = 7/2 കിട്ടും. എന്നിട്ട് അത് ജിയിലിട്ട് കൊടുക്കുമ്പോൾ ഒന്നിൽ 25/108 ഒന്നിൽ -9/16 കിട്ടും. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ മാത്രമേ നമ്മൾ തൽക്കാലം നോക്കുന്നുള്ളൂ, എൻഡ് പോയിന്റ്സിൽ നോക്കുന്നില്ല. എൻഡ് പോയിന്റ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എൻഡ് പോയിന്റ്സിൽ ജസ്റ്റ് വേണമെങ്കിൽ ജി വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിക്കോ. ഇതിനേക്കാളും കൂടുതൽ കിട്ടില്ല, അവിടെയും കിട്ടില്ല. 2ലും 4ലും കൂടി വേണമെങ്കിൽ ഇതുപോലെ ജി ഓഫ് 2ഉം അതുപോലെ ജി ഓഫ് 4ഉം ചെക്ക് ചെയ്യുക. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, കാരണം ഇങ്ങനെ കിടക്കണോണ്ട് തന്നെ ഇവിടെ ഇത് 0 വരുമ്പോൾ മൊത്തം 0 ആയി പോകും, ഇവിടെയും 0 വരുമ്പോൾ അത് മൊത്തം 0 ആയി പോകും. അതുകൊണ്ടാണ് പിന്നെ അത് ചെയ്യാത്തത്, ക്രിട്ടിക്കൽ പോയിന്റിൽ മാത്രം നോക്കിയത്. സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെറുതെ 0 എന്നുള്ളത് എഴുതിയിടാന്ന് മാത്രം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ മോഡുലസ് ആണ് എടുക്കേണ്ടത്. മാക്സിമം വാല്യൂ എടുക്കുമ്പോൾ എപ്പോഴും മാക്സിമം അല്ലെങ്കിൽ എറർ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് അതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്താൽ മതി. അപ്പോൾ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ ഇതാണോ കൂടുതൽ നോക്കുക. 25/108 കൂടുതലാണ്. കാൽക്കുലേറ്ററിൽ വാല്യൂ നോക്കിയാൽ അറിയാം. പോയിന്റർ വാല്യൂ നോക്കുക സംശയമുള്ളവർ. കാൽക്കുലേറ്ററിൽ വാല്യൂ നോക്കിയാൽ അറിയാം. നെഗറ്റീവ് ഞാൻ പറഞ്ഞല്ലോ, മോഡുലസ് എടുത്ത് നോക്കിയാൽ മതി. നെഗറ്റീവ് നോക്കണ്ട, മാക്സിമം മിനിമം നോക്കണ സമയത്ത്. ഇവിടെ ഈ ഒരു കേസിൽ എറർ നോക്കണ കേസിൽ പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല. കാരണം നെഗറ്റീവ് എറർ ആയാലും പോസിറ്റീവ് എറർ ആയാലും സെയിം ഇഫക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ മോഡുലസ് വാല്യൂവിൽ നോക്കിയാൽ മതി. അപ്പോൾ മോഡുലസ് വാല്യൂ നോക്കുമ്പോൾ 9/16 ആണ് അതിൻ്റെ വലുത് വരുന്നത്. സോ നമ്മുടെ ഈ എറർ ടേമിൻ്റെ മാക്സിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആദ്യം ഇതിൻ്റെ സീറ്റ ഓഫ് എക്സിൻ്റെ ട്രിപ്പിൾ ഡാഷിനൊക്കെ നമ്മൾ വാല്യൂ കൊടുത്തിട്ട് ആ സീറ്റ ഓഫ് എക്സിൻ്റെ ടേമിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ 1/16 ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനെടുക്കാവുന്ന മാക്സിമം വാല്യൂ അതിപ്പോൾ നമുക്ക് -9/16 ആണെന്നുള്ളത് കിട്ടി. അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് എററിന് വരാവുന്ന ഒരു മാക്സിമം വാല്യൂ എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ഇനി ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ പോളിനോമിയലിൻ്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എററിന് ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനോ മാക്സിമം എറർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എറർ ഫോം കണ്ടുപിടിക്കാനോ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ എററിൻ്റെ ഫോമുല പഠിച്ചു വയ്ക്കുക, തിയറത്തിൽ നിന്നുള്ള ആ ഒരു ഫോമുല പഠിച്ചു വയ്ക്കുക. ഓക്കെ.